ഹലോ, നല്ല നമസ്കാരം. രാജ ശിവാജി ഒറ്റവാക്കിൽ പറഞ്ഞാൽ ചരിത്രത്തോട് നീതി പുലർത്തിയ സിനിമ. മറാഠ സാമ്രാജ്യത്തിന് സ്ഥാപനമായിട്ടുള്ള ഛത്രപതി ശിവാജി മഹാരാജന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഋതോഷ് ദേശമുഖി ഒരുക്കിയ ബ്രഹ്മാണ്ഡ ചിത്രം. രാജാ ശിവാജി കേവലം ഒരു യുദ്ധചിത്രം എന്നതിലുപരി ശിവാജി എന്ന ഭരണാധികാരിയുടെ രൂപീകരണത്തെയും അതോടൊപ്പം തന്നെ സ്വരാജ് എന്ന സ്ഥാപനത്തിലേക്കുള്ള അല്ലെങ്കിൽ രാജ്യത്തിലേക്കുള്ള പ്രയാണത്തെയും സിനിമ അടയാളപ്പെടുത്തുകയാണ്. 17-ാം നൂറ്റാണ്ടിലെ മഹാരാഷ്ട്രയുടെ പശ്ചാത്തലത്തിലാണ് സിനിമ ആരംഭിക്കുന്നത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെയും ആദിൽ ഷാഹിയുടെ അടിച്ചമർത്തലുകൾക്കിടയിൽ ഒരു സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ സിനിമയിൽ വരച്ചു കാട്ടുന്നുണ്ട്. ശിവാജി മഹാരാജാവിൻ്റെ ജനനം മുതൽ അഫ്സൽ ഖാനുമായുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പോരാട്ടം വരെയുള്ള ഭാഗങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യം മുതൽ കൗമാരം, സ്വരാജ് സ്ഥാപിക്കുവാനുള്ള പ്രതിജ്ഞ, ആദ്യ കാലഘട്ട കോട്ടകൾ, പിടിച്ചെടുക്കലുകൾ എന്നിവ സിനിമയിൽ വിശദമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ചരിത്രത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രം ശിവാജി മഹാരാജാവിന് തൻ്റെ മാതാവായിട്ടുള്ള ജിജാമാതാവിൽ നിന്നും പിതാവായിട്ടുള്ള ഷഹാജി രാജയിൽ നിന്നും ലഭിച്ച പ്രചോദനത്തെ എടുത്തു കാണിക്കുന്നുണ്ട്. കേവലം ഒരു പോരാളി എന്നതിലുപരി മികച്ച ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ ശിവാജി മഹാരാജാവിനെ സിനിമ അവതരിപ്പിക്കുന്നുണ്ട്. അഫ്ഗാൻ ഖാനുമായി നേരിടുന്ന അദ്ദേഹത്തെ ബുദ്ധിപരമായ നീക്കങ്ങൾ ചരിത്രരേഖയോട് വളരെയധികം നീതി പുലർത്തുകയാണ് ഈ സിനിമ. ഇതിൽ ഋതേഷ് ദേശ്മുഖി ശിവാജി മഹാരാജാവായി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വൈകാരികമായ രംഗങ്ങളിൽ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ ഗാംഭീര്യവും അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് തന്നെ തിളങ്ങിയെന്നത് പറയാം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകൾ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന് ശിവാജി എന്ന് പറയുന്ന രാജാവിനെ ഉൾക്കൊള്ളുവാൻ ഒത്തിരി ഉള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തിനോട് അത് യോജിക്കാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അദ്ദേഹം സംവിധാനത്തിൽ വളരെയധികം മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം തിളങ്ങിയെന്ന് തന്നെ ഞാൻ പറയും. കാരണം അദ്ദേഹത്തിൻ്റെ സംവിധാനം മികവ് ഈ സിനിമയിൽ ഉണ്ട് താനും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫേസ് ഒരു രാജാവിന് പറ്റിയ ഒരു ഫേസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇമോഷൻസൊക്കെ അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഗാംഭീര്യമായിട്ടുള്ള ഒരു ലുക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നതാണ് എനിക്ക് ഈ സിനിമയിൽ തോന്നിയിട്ടുള്ള പ്രധാനമായ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. അഭിഷേക് ബച്ചൻ ശിവാജിയുടെ സഹോദരനായിട്ടുള്ള സംഭാജി രാജയായിട്ട് എത്തിയതും അഭിഷേകിൻ്റെ പ്രകടനം വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ആ യുദ്ധരംഗത്ത് ഇമോഷൻസ് വളരെയധികം ഗംഭീരമായിട്ടുണ്ട്. സഞ്ജയത്ത് അഫ്ഗാൻ ഖാനായിട്ട് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട്, വില്ലനായി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സാധനം അദ്ദേഹം ഡെലിവറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരുപാട് നല്ല ഒരു കീ മൂമെൻറ്റ്സ് നൽകിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ശിവാജി മഹാരാജാവിൻ്റെ ഒരു മാസ്മരികമായിട്ടുള്ള ഇൻട്രഡക്ഷൻ സീനുകൾ വളരെ ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം ഇൻ്റർവെല്ലിൽ പോയിന്റിലെ വൈകാരികമായിട്ടുള്ള ആ രംഗം, ആ കോട്ടയിൽ വെച്ചിട്ടുള്ള ഖാനുമായിട്ടുള്ള തമ്മിലുള്ള മുഖാമുഖം രംഗം, യുദ്ധക്കളത്തിലെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ, അതോടൊപ്പം തന്നെ 17-ാം നൂറ്റാണ്ടിലെ മഹാരാഷ്ട്രയിലെ വീടുകൾ, ചന്തകൾ, ദർബാറുകൾ, കോട്ടകൾ ലാർജർ ദാൻ ലൈഫ് ഓഫ് ഫീൽ നൽകാൻ ആർട്ട് വർക്കിനും സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അജയ് അതുൽ ഒരുക്കിയ സംഗീതവും പശ്ചാത്തല സംഗീതവും ഈ സിനിമയുടെ ജീവൻ എന്ന് പറയാം. ഓരോ രംഗത്തിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം ആ സിനിമയെ നന്നായിട്ട് തന്നെ എലിവേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. അതോടൊപ്പം തന്നെ സിനിമോട്ടോഗ്രാഫി, ആ കോട്ടകളും യുദ്ധങ്ങളും മനോഹരമായി ചിത്രീകരിക്കുവാൻ പിന്നെ ആ ലൊക്കേഷൻ സെലക്ഷനൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ സിനിമ 3 മണിക്കൂർ 15 മിനിറ്റോളം ദൈർഘ്യമുണ്ട്. പല സ്ഥലങ്ങളിൽ ലാഗ് അടിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ VFXും CGIയും ഒക്കെ 100 കോടി രൂപയോളം മുടക്കിയിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. പക്ഷേ VFX പലയിടങ്ങളിലും ഒട്ടും നിലവാരമില്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ആനകൾ തമ്മിലുള്ള ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പോര് വളരെ മോശമായി തന്നെ എന്ന് പറയാം. കാരണം ആനകളൊന്നും ഭൂമിയിൽ തൊടുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ കോട്ടകളൊക്കെ പൊളിഞ്ഞു വീഴുന്നതൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോട്ടയിലേക്ക് ശത്രു സൈന്യം കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ നിന്ന് കാളക്കൂട്ടങ്ങൾ വരുന്നത്, ആ ഒരു സാധനവും ഒട്ടും ഗംഭീരമായിട്ട് തോന്നിയില്ല. ഒരു സുഖം തോന്നിയില്ല VFXിൽ. അതോടൊപ്പം തന്നെ ഈ അമ്പുകൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് അമ്പുകളെ മാത്രം സൂം ചെയ്തിട്ട് ബാക്കി സൈഡിലുള്ള എല്ലാ സീനുകളും ബ്ലഡറായിട്ട് കാണിക്കുന്നതും എന്തു VFX ആണ് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. അതോടൊപ്പം തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇരുന്ന് പ്രണയത്തിൻ്റെ ആ ഒരു രംഗത്തുള്ള അതിൻ്റെ ആ ഒരു സാധനവും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. ആ കോട്ടയിലുള്ള സാധനം ഈ ഇഷ്ടക്കേടുകൾക്കിടയിലും സിനിമയുടെ ആ ഒരു VFX രംഗങ്ങളെക്കാൾ കൂടുതൽ മികച്ചു നിന്നത് എനിക്ക് തോന്നുന്നു സന്തോഷ് ശിവൻ്റെ ക്യാമറയിലൂടെ സൃഷ്ടിച്ചിട്ടുള്ള കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള ദൃശ്യങ്ങൾ, മറാഠ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു ഗാംഭീര്യവും
ചരിത്രത്തെ ഒട്ടും ചോർത്തു പോകാതെ സ്ക്രീനിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം ഒരു വലിയ പങ്ക് വഹിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമയിലെ അമിതമായി ഉറുദു വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് ചില സ്ഥലങ്ങളിൽ നമുക്ക് ടൈറ്റിൽ കാർഡ് കാണിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ചില സ്ഥലങ്ങളിൽ ചില ലെറ്ററുകളിൽ ചില സന്ദേശങ്ങൾ അയക്കുന്ന സാധനങ്ങളിലൊക്കെ എല്ലാം തന്നെ പിന്നെ ഈ ഉറുദു ഭാഷ വന്നതുകൊണ്ട് തന്നെ അത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം സംഭാഷണങ്ങൾ മാത്രമേ ടൈറ്റിൽ കാർഡിൽ കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ഇതിൽ ഗസ്റ്റ് റോളിൽ വന്നിട്ടുള്ള സൽമാൻ ഖാൻ, ജീവ മഹാല എത്തിയ സൽമാൻ ഖാൻ്റെ അതിഥി വേഷം, അത് എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു സാധനം? കുറേ സ്ലോ മോഷൻസിന് വേണ്ടിയാണോ? വെറും 3 മിനിറ്റ് വെറും ദൈർഘ്യമുള്ള ഒരു ചെറിയൊരു സാധനത്തിൽ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വരുന്ന ആ പിന്നെ ഈ സാധനം സീനിന് എന്തിനു വേണ്ടിയായിരുന്നു? അതിൽ ഒരു 90% സീനുകളും എല്ലാം സ്ലോ മോഷൻസിലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതോടൊപ്പം തന്നെ പിന്നെ ശിവാജിയുടെ ഭാര്യയായിട്ട് അഭിനയിച്ച ജനീല ദേശ്മുഖ്, ആ ഒരു ആ സ്ത്രീയുടെ കാണാനൊക്കെ രസമാണ്. ഒരുപാട് തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ഓക്കെയാണ്. പക്ഷേ ആ ഒരു മറാഠി ലാംഗ്വേജ് പ്രസൻറ്റേഷൻ ഒട്ടും കൺവിൻസിങ് ആകാത്തതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ കഥയെ വളരെ ആത്മാർത്ഥതയോടെ അവതരിപ്പിക്കുവാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സാങ്കേതികമായ പോരായ്മകൾ ഉണ്ടെങ്കിലും ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ജീവിതത്തെയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സ്വരാജ് എന്ന് പറയുന്ന ആശയത്തെ മനസ്സിലാക്കുവാൻ ഈ സിനിമ ഒരു തവണ കാണുന്നത് കൊണ്ട് കുഴപ്പമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 5-ൽ ഒരു 3.8 വരെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന, ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും. താങ്ക്